വീണ്ടും വീഴ്ച എന്ന ചോദ്യത്തിന് അതിഗുരുതരമായ വീഴ്ച എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട്, ഈ കൊടും ക്രിമിനൽ ജയിൽ ചാടുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഡോക്ടർ ഷേർലി വാസു, ഫോറൻസിക് സർജൻ, റിട്ടയർഡ് ഫോറൻസിക് സർജൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവർ എത്ര കേസുകൾ കൈകാര്യം ചെയ്തതാണ്, എത്ര കൊലപാതക കേസുകൾ മായി ബന്ധപ്പെട്ട ഫോറൻസിക് സർജനായി നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ കേസിന് ശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു കുടുംബത്തിനെന്നാണ് പറയുന്നത്. സൂക്ഷിക്കണം, പുറത്തിറങ്ങരുത് എന്ന് ബന്ധുക്കൾ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഭയക്കേണ്ട ഒരാളാണ് ഈ കൊടും ക്രിമിനൽ എന്നാണ് ഷേർലി വാസു പറയുന്നത്. ഇയാൾക്ക് ഒരു കൈപ്പത്തിയില്ല എന്നേ ഉള്ളൂ, കൈയില്ല എന്നല്ല, കൈപ്പത്തിയില്ല എന്നുള്ളൂ. ആ കൈ വെച്ച് അയാൾ നന്നായി അത് വെച്ച് ഉപദ്രവിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരാളാണ്, വല്ലാത്ത കായിക ശക്തിയുള്ള ഒരാളാണ് ഇയാൾ. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച സൗമ്യയെ ഏത് രീതിയിലാണ് റേപ്പ് ചെയ്തത്, അതിൻ്റെ മുഴുവൻ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും അറിയുന്നതാണ് ഡോക്ടർക്ക്. അതുകൊണ്ടാണ് അത് എത്രത്തോളം കൊടും ക്രിമിനലാണ് എന്ന് പറയുന്നത്. ഇയാൾ മുമ്പ് മോഷണം നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ. അതിനുശേഷം ട്രെയിനുകളിൽ സ്ഥിരമായി മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇയാൾ ഇവിടെ കേരളത്തിലെത്തിയതാണ്. അത്രയ്ക്കും കൊടും ക്രിമിനൽ എന്ന് വെച്ചാൽ ആളുകളെ ഉപദ്രവിക്കാനും അമിത ലൈംഗികാസക്തിയുള്ള സ്ത്രീകളെ ഏത് സമയവും ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഇയാൾ. ഇതിനു മുമ്പും പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയും തമിഴ്നാട്ടിൽ പല കേസുകളിലായി. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലാണ്. ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഇയാൾക്ക് ആദ്യം വധശിക്ഷ കേരളത്തിൽ ഹൈക്കോടതിയിൽ വിധിക്കുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഈ മരണം ഈ റേപ്പ് കൊണ്ടാണോ എന്ന് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾക്ക് ജീവപര്യന്തമായി കിട്ടിയത്. ആ ജീവപര്യന്തം ശിക്ഷ കിട്ടിയ ആ പ്രതിയെ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണല്ലോ ഈ പണം സ്വരൂപിക്കുന്നത്. അങ്ങനെ അയാളെ ജയിലിൽ പുറത്തിറങ്ങാത്ത വിധം അയാളെ അവിടെ ജയിലിൽ സൂക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. ആ ചുമതലയിൽ നിന്നാണ് ഇപ്പോൾ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങുന്ന ബാക്കി എല്ലാ സ്ത്രീകളും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു അത്രയും മണിക്കൂറുകൾ. ഇത് പോലീസിൻ്റെ ഭാഗമായിട്ട് പോലീസൊക്കെ അതിനുശേഷം കേരള പോലീസ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നു, ഞങ്ങളുടെ വലിയ നേട്ടമാണ് ഇയാളെ പിടികൂടുക എന്ന് പറഞ്ഞിട്ട്. സാധാരണക്കാരായ ജനങ്ങൾ കണ്ടെത്തി വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടിക്കാനായത്. ഒന്നാമത് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ച് കൊടുത്ത ഗോവിന്ദചാമി അല്ല ഇപ്പോൾ. ഗോവിന്ദചാമിയുടെ രൂപം മാറിയിട്ടുണ്ട്. അയാളുടെ ഒരു കൈയില്ലാതെയാണ് ഇയാൾ എന്തോ പൊക്കി കൊണ്ടുപോകുന്നു എന്ന് തോന്നിയിട്ട് ഒരാൾ ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോഴാണ് ഇയാൾ ഓടിയത്. അപ്പോൾ അയാൾക്ക് ആ സമയത്തുണ്ടായ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ഇയാളെ പിടികൂടുന്നതിലേക്ക് സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇയാൾ എങ്ങനെ ജയിൽ ചാടി, ഇയാൾ ജയിൽ ചാടുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയൊക്കെ ആസൂത്രണം നടത്തി, അയാൾ അവിടെ ഭക്ഷണത്തിന് ബിരിയാണിക്ക് വേണ്ടി ബഹളമുണ്ടാക്കിയ കാര്യം നമ്മൾ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ തടിച്ചു കൊഴുത്ത ഒരു പ്രതി കുറച്ച് മാസങ്ങളായി തടി കുറയ്ക്കുന്നു, ചോറ് വേണ്ട എന്ന് പറയുന്നു, എന്നിട്ട് ചപ്പാത്തിയിലേക്ക് മാറുന്നു, എന്നിട്ട് ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടറുടെ റിപ്പോർട്ട് ഇയാൾ പറയുന്നതാണോ ജയിൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കേണ്ടത്? ഇയാൾക്ക് എന്താണ് അസുഖമെന്ന് തിരിച്ച് ഡോക്ടറോട് അന്വേഷിക്കേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അയാൾ ചപ്പാത്തി കഴിക്കുന്നു, അയാളുടെ ഭാരം കുറയ്ക്കുന്നു, അയാൾ അവിടെ കൃത്യമായി ഒറ്റക്കൈയുമായി അയാൾ പുഷപ്സ് ഒക്കെ എടുത്ത് നല്ലോണം വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ആരോഗ്യമൊക്കെ എടുത്ത് എങ്ങനെ ചാടാൻ ഭാരം കുറയ്ക്കാമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നു. ഭക്ഷണത്തിന് കൊടുക്കുന്ന ഉപ്പ് ശേഖരിച്ച് വെച്ച് അവിടെ ഈ ഗ്രില്ലിനകത്തൊക്കെ ഇട്ട് വെച്ച് അതിനെ തുരുമ്പാക്കി വേഗം പൊട്ടിക്കാനുള്ള സംവിധാനമാക്കുന്നു. ആക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു. തുണികൾ അവിടെ ഒരു ഈ 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷയിൽ ഈ പറയുന്ന കൊടും ക്രിമിനലുകളെ വെക്കാനുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ആ പ്രതികളുടെ സെല്ലിൽ എന്തൊക്കെയുണ്ടെന്നുള്ള പരിശോധന എന്നും നടത്തേണ്ടതല്ലേ? ഈ കിടക്കാൻ പോകുമ്പോൾ ടോർച്ചടിച്ച് അയാൾ കിടന്നോ എന്ന് നോക്കി പോവുകയാണ്. അവിടെ ഒരു പുതപ്പിൻ്റെ കൂടെ കുമാരൻ കണ്ടപ്പോൾ അയാൾ കിടന്നു വിചാരിച്ചിട്ടുണ്ട്. അയാൾ അതിലുണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? അത്രയേ ഉള്ളൂ പരിശോധന. അതാണ് ദിവസമുള്ള റുട്ടീൻ. അതാണ് ഈ ഒന്ന് ടോർച്ചടിച്ച് പോകുന്നു എന്നുള്ളതാണ്. അവിടെ പുറത്ത് ലൈറ്റ് ഇല്ല എന്നുള്ള വിവരം, CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു എല്ലാ ഭാഗത്തെയും. എന്നിട്ട് ഇയാൾ അവിടെ നിന്നും ഇതൊക്കെ കമ്പി വളച്ച് പുറത്തേക്ക് ചാടി അവിടെ മണിക്കൂറുകളോളം ആ കോമ്പൗണ്ടിൽ തന്നെ നിന്ന് പിന്നെ ഈ പറയുന്ന വലിയ മതിലിലേക്ക് ഈ തുണിയെല്ലാം കൂട്ടിക്കെട്ടി ഈ ഒറ്റ കൈ വെച്ച് കുട്ടിക്കെട്ടി പുറത്തേക്ക് ഇട്ട് അയാൾ അതിൽ നിന്ന് ചാടി പുറത്തേക്ക് പോരുന്നു. അയാൾക്ക് അത് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കിണറിലേക്ക് അയാൾ ചാടിയതും എന്ന് തിരിച്ചു വരുന്നതും മനസ്സിലാക്കാനാവും അയാൾക്ക് അങ്ങനെ പറ്റുമെന്നുള്ളത്. അപ്പോൾ അയാളൊരു അതിമാനുഷികനായി രീതിയിൽ തന്നെ ഒരു കൊടും ക്രിമിനലായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ എങ്ങനെ പുറത്തിറങ്ങുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മൊബൈൽ സിം കാർഡ് പിടിക്കുന്നു, മൊബൈൽ പിടിക്കുന്നു, പുറത്തുനിന്ന് കഞ്ചാവ് എറിഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു. ഈ TP കേസിലെ പ്രതികളൊക്കെ അവിടെ ഏത് രീതിയിൽ അവിടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അവിടെ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വാർത്തകൾ നമ്മൾ കണ്ടതാണല്ലോ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൊടും ക്രിമിനലുകൾക്ക് അവിടെ എങ്ങനെയാണ് യഥേഷ്ടം പ്രവർത്തിക്കാനാകുന്നത്? അവിടെ സിസ്റ്റം ഉദാസീനമാണ്. ഈ 4
സാധാരണ ജീവനക്കാർക്കെതിരെ അല്ലെ സാധാരണ കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് ആണോ ഇതിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത്? അതിലപ്പുറമുള്ള പരിശോധനയിലേക്ക് എങ്ങനെ കടക്കും? ഇതിൽ എല്ലാ ആഴ്ചയും അവിടെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്, യോഗം നടത്തേണ്ടതുണ്ട്, ഒക്കെയാണ് ചട്ടം. ഈ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ഇനി ഇയാൾ താടിയൊക്കെ നീട്ടി, ജയിൽ ചട്ടത്തിന് പ്രകാരമാണെങ്കിൽ അങ്ങനെ താടി നീട്ടാൻ പറ്റില്ല. താടി മുഴുവൻ ഷേവ് ചെയ്യണമെന്നില്ല. അസുഖങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ താടി വെക്കാം, പക്ഷെ അപ്പോഴും ട്രിം ചെയ്യണം എന്നാണ് പറയുന്നത്. മുടി നീട്ടാനും ഈ റിലീജിയസ് പ്രകാരം ചിലർക്ക് മുടി നീട്ടാം, അതും കൃത്യമായി അതിൻ്റെ കാരണം വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഗോവിന്ദചാമിക്ക് എന്താണ് കാരണം? ഗോവിന്ദചാമി താടി ഇത്രയും നീട്ടി വെക്കാൻ എന്തുകൊണ്ട് അതിന് അയാൾക്ക് സാധിക്കുന്നു? അയാളോട് താടി വെട്ടാൻ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അപ്പോൾ അവരവൻ്റെ രൂപം മാറ്റാനുള്ള എല്ലാ സഹായവും അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. ശരീരം മെലിഞ്ഞു, താടി വെച്ചു, എന്നെ കണ്ടാൽ തിരിച്ചറിയരുത് എന്ന രൂപത്തിലേക്ക് ആയ ശേഷം നല്ല മഴയുള്ള ദിവസം അയാൾ തിരഞ്ഞെടുക്കുന്നു. മഴയുള്ളപ്പോഴാണ് ഇയാൾ ഇതിങ്ങനെ കമ്പി വളയ്ക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അയാൾക്കുള്ള സംവിധാനം, സാഹചര്യം അവിടെ ഒരുക്കി കൊടുത്തതാരാണ് എന്ന ചോദ്യം അവിടെ ഗുരുതരമായി ഉയരുന്നുണ്ട്. ഈ വീഴ്ചയ്ക്ക് ഉടനെ മറുപടിയായി കഴിഞ്ഞ കാലത്ത് ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് ചാടിയ റിപ്പർ ജയാനന്ദൻ്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എല്ലാ സമയവും ഓരോ തവണയും സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുമ്പോൾ UDF കാലത്തെ സിസ്റ്റം ഫെയിലിയറിൻ്റെ കണക്കെടുക്കാനും അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് റിസർച്ച് നടത്തി കൊണ്ടുവരാനുമുള്ള ഒരു വേഗമുണ്ടല്ലോ, ആ വേഗം ഇപ്പോഴുള്ള സിസ്റ്റം നേരെയാക്കാനുണ്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാമായിരുന്നു. ഇന്നിപ്പോൾ സൗമ്യയുടെ അമ്മയും പറയുന്നതാണ്, ഇയാളെ ഇനി പുറത്തിറങ്ങാത്ത വിധത്തിൽ ശിക്ഷിക്കണം. ഈ ചട്ടങ്ങൾ, നിയമങ്ങൾ തന്നെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇയാൾക്ക് വധശിക്ഷ കൊടുക്കാതെ അയാൾക്ക് ജീവപര്യന്തം തടവായി മാറ്റിക്കഴിഞ്ഞിട്ട് ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഈ തരത്തിൽ ജയിൽ ചാടി അടുത്ത ക്രൈമിലേക്ക് ഇറങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ കോടതി നൽകുന്ന ശിക്ഷ എന്താകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇയാൾക്ക് വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട സുപ്രീം കോടതി അതിന്മേൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ആവശ്യം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജീവപര്യന്തം തടവ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്കയാണ് കുടുംബത്തിനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഈ കേസ് കൂടി വെച്ചുകൊണ്ട് കുറച്ചുകൂടി നീട്ടാമായിരിക്കാം. എന്നാലും അയാൾ എന്തെങ്കിലും പുറത്തിറങ്ങുമോ എന്ന് ഭയപ്പെട്ടാണോ കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്നൊരു കേരളത്തിലെ എന്നല്ല, അയാൾ എവിടേക്കൊക്കെയാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. അയാൾ ട്രെയിൻ കയറി ഈ നാട് വിടാനുള്ള ആലോചനയായിരുന്നു, തമിഴ്നാട്ടിൽ മോഷണം നടത്താനുള്ള ആലോചനയായിരുന്നു. ഇതൊക്കെയാണ് അയാളുടെ മൊഴിയിൽ പറയുന്നത്. അയാളുടെ മൊഴിയല്ലല്ലോ മുഴുവനായും വിശ്വാസത്തിലെടുക്കേണ്ടത്. അപ്പോൾ വീഴ്ച ഈ ജയിലല്ല, ഇനി മുഴുവൻ ജയിലുകളിലെയും വീഴ്ചയും അവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് ആഭ്യന്തര വകുപ്പല്ല, ഇത് ജയിൽ വകുപ്പാണ്. ആഭ്യന്തരത്തിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും വീഴ്ചയുടെ ഉദാഹരണമായിട്ടാണ് ഇത് കാണുന്നത്. തുടർച്ചയായ വീഴ്ചകളാണ് ഇത്. ഗുരുതരമായ വീഴ്ചയാണ്, ആശങ്കപ്പെടുത്തുന്ന വീഴ്ചയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.